ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉരുളൻകിഴങ്ങും സവോളയും കൂടിയിട്ട് ഒരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് ചോറിന് ഒക്കെ ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു കറിയാണ്. അപ്പൊ നമ്മൾ രണ്ട് വലിയ ഉരുളൻകിഴങ്ങും ഒരു ചെറുതും കൂടി എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഉരുളൻകിഴങ്ങൊക്കെ തോല് ചെത്തിയെടുക്കുക, സവോളയൊന്ന് അരിഞ്ഞെടുക്കുക. നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലാണ് കറി വെക്കണം. അപ്പൊ ചട്ടി വെച്ച് കൊടുക്കുക. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഒരു 4 കരയാമ്പൂവ്, 2-3 കഷ്ണം പട്ട, ഒരു ഏലക്കായ, സവോള ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. ഒരു പച്ചമുളക് ചേർക്കുക. കുറച്ച് കറിവേപ്പില ചേർക്കുക. ഇത് ഇറച്ചിക്കറി മാതിരി തന്നെ ഇരിക്കും കേട്ടോ. നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ കറി ഉണ്ടാക്കാൻ നല്ലതാണിത്. നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായി വഴണ്ട് കിട്ടണം. നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കേട്ടത്, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല. ഇത് നന്നായി പൊടിയുടെയൊക്കെ പച്ചമണം പോണ വരെ വഴറ്റി കൊടുക്കണം. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. നമുക്കിത് കിഴങ്ങിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
നമ്മളിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഉരുളൻകിഴങ്ങ് വേവണമല്ലോ, അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗരം മസാലയുടെ ഒക്കെ. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. അടച്ചു വെച്ച് കൊടുക്കുക. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ കറിയൊക്കെ ഇവിടെ ഏകദേശം വറ്റിയിട്ടുണ്ട്. നമുക്ക് ഉരുളൻകിഴങ്ങ് വെന്തോ നോക്കാം. ഉരുളൻകിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് കറിയിലൊന്ന് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കുക. അപ്പൊ നമുക്ക് കറി ഒന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ, അല്ലെങ്കിൽ തേങ്ങാപ്പാല് ചേർത്തിട്ട് കഴിക്കാം. ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് തേങ്ങയുള്ളൂ, അപ്പൊ ഞാൻ കുറച്ച് തേങ്ങ ഇതിലരച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ജാറ് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇറച്ചിക്കറി പോലെ തന്നെ ഇരിക്കും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ കിഴങ്ങ് കറി ഇതാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളി കറിയാണ് കേട്ടോ. ഒന്ന് തിളച്ചാൽ നമുക്ക് സർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പൊ നമ്മുടെ കിഴങ്ങ് കറി ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമുക്ക് കറി വെക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇറച്ചിക്കറി മാതിരി തന്നെ ഇരിക്കുന്ന ഒരു കിഴങ്ങ് കറിയാണ്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ല കറിയാണ്.